2019 ജയിലിൽ ആത്മഹത്യ ചെയ്ത പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ക്രൂരമായി ദ്രോഹിച്ച കൊടും ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈന്റെ പേരിലുള്ള രേഖകൾ, അതായത് എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തു വന്നത് ലോക രാജ്യങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നിരവധി പ്രമുഖരുടെ പേരുകൾക്കൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ഈ ഒരു ഫയലുകളിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിലും ഇതേക്കുറിച്ച് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യമായി ഇതേക്കുറിച്ച് വാർത്തകൾ നൽകാനോ അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനോ മുതിരുന്നില്ല എന്നതാണ് സത്യം. അതേസമയം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു ആരോപണങ്ങളെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയുടെ രേഖകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് കടന്നു വന്നത് വലിയ സംശയങ്ങൾക്ക് ഇടം നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് ഇസ്രയേലുമായും ട്രംപുമായും വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഈ ഒരു ബന്ധം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതും. എപ്സ്റ്റൈന്റെ ഒരു ഇമെയിലാണ് മോദിയുടെ പേര് പരാമർശിക്കുന്നത്. 2017 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണെന്നും തന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തിയതെന്നുമാണ് എപ്സ്റ്റൈൻ ഈ ഇമെയിലിലൂടെ അവകാശപ്പെടുന്നത്. 2017 ജൂലൈയിലാണ് മോദി ഇസ്രയേൽ സന്ദർശിച്ചത്. ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്രപരമായ പ്രത്യേകതയും ആ യാത്രക്കുണ്ടായിരുന്നു. എന്നാൽ എപ്സ്റ്റൈന്റെ രേഖകൾ പ്രകാരം ഈ സന്ദർശനം ട്രംപിന്റെ താല്പര്യപ്രകാരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സന്ദർശനത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചില നയതന്ത്ര സൂചനകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മോദി ഇസ്രയേൽ സന്ദർശിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ജൂൺ 25-26 തീയതികളിൽ അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചിരുന്നു. ജൂൺ 25 അമേരിക്കയിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും പിറ്റേന്ന് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തി. ജൂൺ 25 രാത്രി തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയുടെ ഇസ്രയേൽ സന്ദർശന വിവരം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി. മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും 3 ദിവസത്തിന് ശേഷം ജൂൺ 28 മാത്രമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു സന്ദർശനം ഔദ്യോഗികമായി അറിയിച്ചത്. മോദി വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉപദേശകനായിരുന്ന സ്റ്റീവ് ബാനനുമായി എപ്സ്റ്റൈൻ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നതിന് ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് വേണ്ടി എപ്സ്റ്റൈൻ ചാരപ്പണി ചെയ്തിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 28 ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം ജൂൺ 25 രാത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശന സമയത്ത് നെതന്യാഹു ട്വിറ്റർ അക്കൗണ്ടിലൂടെ ലോകത്തെ അറിയിച്ചു. അത് എങ്ങനെ സാധിച്ചു? 2019 എപ്സ്റ്റൈൻ അറസ്റ്റിലാകുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന മോദി സ്റ്റീവ് ബാനനും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കും ഈ കുറ്റവാളി ഇടനിലക്കാരനായി നിന്നു എന്ന റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചക്ക് മോദി തയ്യാറാണ് എന്ന് എപ്സ്റ്റൈൻ ബാനൻ സന്ദേശം അയച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച 2ാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിന് തൊട്ടു പിന്നാലെയാണ്. ഇതിന് പിന്നിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രധാന ശത്രുവായ ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങളായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് പിന്നിൽ എപ്സ്റ്റൈനെ പോലെയുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. വിദേശകാര്യ മന്ത്രാലയം ഈ വാദങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഇതുവരെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.